ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദളപതിയുടെ ഗോട്ടിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ നേരത്തെ പുറത്തു വന്ന പാട്ടുകളായാലും കുറച്ച് പോസ്റ്റേഴ്സ് ആയാലും വലിയ പ്രതീക്ഷയൊന്നും സമ്മാനിച്ചിരുന്നില്ല. ട്രെയിലറിലേക്ക് വരുമ്പോൾ എനിക്ക് കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല എന്നൊരു ഫീല് മാത്രമേ കിട്ടിയുള്ളൂ. ഒരു ഓക്കെ ഫീൽ. വെങ്കട് പ്രഭുവിൻ്റെ മേക്കിംഗ് തന്നെയാണ് ട്രെയിലറിൽ ഏറ്റവും കിടുവായിട്ട് തോന്നിയത്. ആക്ഷൻ സീക്വൻസൊക്കെ ടോപ്പ് നോച്ചായി തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ട്രെയിലർ ഉറപ്പ് നൽകുന്നുണ്ട്. ദളപതിയുടെ കിടിലൻ ആക്ഷൻസൊക്കെ ഗോട്ടിൽ ഒരുപാട് പ്രതീക്ഷിക്കാം. വിജയുടെ ലുക്കും കോസ്റ്റ്യൂംസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സിനിമയിൽ വിജയുടെ മകനായിട്ടാണ് മറ്റേ വിജയ് എത്തുക എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. കാരണം നമ്മളെല്ലാം സയൻസ് ഫിക്ഷൻ പടം കൂടി ആയതുകൊണ്ട് പുള്ളി ഉണ്ടാക്കിയ AI ക്യാരക്ടർ വല്ലതുമാണെന്നാണല്ലോ വിചാരിച്ചത്. എന്തായാലും മോനായിട്ട് തന്നെയാണോ അതോ ഇനി വേറെ വല്ല സംഭവമാണോ എന്ന് നമുക്ക് സിനിമ കണ്ട് തന്നെ അറിയാം. ഒരു അപരാധം ട്രെയിലറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇടയ്ക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചാൽ ഒരു ക്വാളിറ്റി ട്രെയിലർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫാമിലി എലമെന്റ്സും അച്ഛൻ മകൻ പാസവും കോമഡിയും ഒക്കെ ഓവറാക്കാതെ നല്ല രീതിക്ക് ചെയ്താൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ഗോട്ടിന് സാധിക്കും. ഗോട്ട് എന്ന ടൈറ്റിൽ കാർഡിൻ്റെ ആനിമേഷനൊക്കെ കിടിലനായി വന്നിട്ടുണ്ട്. ട്രെയിലറിൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു വാവ് ഫീൽ കിട്ടിയത് ആ ടൈറ്റിൽ ആനിമേഷൻ തന്നെയാണ്. അതുപോലെ തമിഴ് ട്രെയിലറിലും ഹിന്ദി ട്രെയിലറിലും ലാസ്റ്റ് കുറച്ച് ഭാഗം വ്യത്യാസമുണ്ട്. തമിഴിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഹിന്ദി ട്രെയിലറിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. മൊത്തത്തിൽ ഒരു ഓക്കെ ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാകും. ട്രെയിലർ കട്ടിൻ്റെ ആണോ എന്നറിയില്ല, പകുതി ഭാഗം വേറെ ലെവലും ബാക്കി പകുതി നല്ല ശോകവുമായിട്ട് തോന്നി. ഒരു മാഷപ്പ് മിക്സ് പോലെയാണ് ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും ഭയങ്കര സംഭവമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല, എന്നാൽ വളരെ മോശവുമല്ല. അങ്ങനെ ഒരു ഓക്കേഷ് ഫീലാണ് എനിക്ക് ഗോട്ടിൻ്റെ ട്രെയിലർ സമ്മാനിച്ചത്. യുവൻ ശങ്കർ രാജയുടെ BGM എനിക്ക് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ട്രെയിലറിലും തോന്നി. നേരത്തെ വന്ന പാട്ടുകളും വലിയ രസമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇതാ BGMഉം ഒരു ബിലോ ആവറേജ് ലെവലൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. സിനിമയിലെങ്കിലും നല്ല BGM ഉണ്ടാവട്ടെ. സെപ്റ്റംബർ 5 തിയേറ്ററിലേക്ക് എത്തുന്ന ദളപതിയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനായി നമുക്ക് കാത്തിരിക്കാം. മങ്കാത്തയിലും മാനാടിലും ഒക്കെ നമുക്ക് കിട്ടിയ വെങ്കട് പ്രഭു മാജിക്ക് ഗോട്ടിലും നമുക്ക് കിട്ടട്ടെ. അപ്പോൾ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.